സിനിമകളിലെ വയലൻസ് കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ADGP മനോജ് എബ്രഹാം വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇക്കാര്യത്തിൽ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും മനോജ് എബ്രഹാം പറഞ്ഞു. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ പ്രതികരണം. അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളും അപകടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതും കുട്ടികളെ സ്വാധീനിക്കും. ഇത്തരം ഗെയിമുകൾ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുമെന്നും ADGP വ്യക്തമാക്കി. അഭിമുഖത്തിന്റെ വിശദാംശങ്ങളുമായി R. രാജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വലിയ അക്രമങ്ങൾ നടക്കുകയാണ്. ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് മനോജ് എബ്രഹാമിന്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, അത് കേൾക്കാം. സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളും സംസ്ഥാനത്ത് വ്യാപകമാകുന്നു എന്ന തരത്തിലുള്ള പരാതികളാണ് ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീ മനോജ് എബ്രഹാം തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന വളരെ വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഏതായാലും വളരെ വ്യാപകമായ പരിശോധനകൾ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്ന് വ്യക്തമാക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പോലീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ലഹരിൻ്റെ കുറേ വലിയൊരു പങ്കുണ്ട് നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ പോലീസ് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 20% കേസുകളിൽ നമുക്ക് ലഹരിൻ്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള പോലീസ് വളരെ കാര്യമായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഒരു ഡി ഹണ്ട് എന്ന് പറഞ്ഞൊരു വിപുലമായ ഒരു റെയ്ഡ് പ്രോഗ്രാം കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് നടത്തി വരുന്നുണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഡിജിറ്റൽ അനാലിസിസും ഒരു ഇൻ്റർനെറ്റ് അനാലിസിസും എല്ലാം നടത്തിയിട്ട് ഈ പ്രതികളെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിനകത്ത് 3 കാറ്റഗറി ഉണ്ട്. ഹോൾസെയിൽകാരുണ്ട്, റീറ്റെയിൽകാർ, സ്കൂളും കോളേജിൻ്റെ അടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതിൻ്റെ സോഴ്സ് ഉണ്ട്. ഇത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 3 വിഭാഗത്തെയും വളരെ കാര്യക്ഷമമായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇത് നമ്മൾ പിടിക്കുകയുണ്ടായി. ഒരു 3000-ഓളം കേസസ് നമ്മൾ ഈ കഴിഞ്ഞ 10 ദിവസത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹോൾസെയിലേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെല്ലാം പിടിച്ചിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുവന്ന. അപ്പോൾ ഇത് നിർത്തുന്നില്ല. നമ്മൾ ഈ മാർച്ച് മാസവും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആസ്പെക്റ്റിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രശ്നം അത്രയും ഗുരുതരമായിട്ട് നിൽക്കുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്തൊരു പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ഈ അക്രമ സംഭവങ്ങൾ കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ പോലീസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സ്കൂൾ ആ ലെവലിൽ തന്നെ നമ്മൾ കുറേ ഗ്രീവിയസ് ക്രൈംസ് ആയിട്ട് നമ്മൾ ഒരു വിശ്ലേഷണം ചെയ്യുന്ന കേസസ് വളരെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ഡ്രഗ്സ് ഉണ്ട്, ആൽക്കഹോളുണ്ട്, അതല്ലാതെ ഫാമിലി ബ്രേക്ക് ഡൗൺ, സോഷ്യൽ വാല്യൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. സൂസൈഡ് എടുത്തു കഴിഞ്ഞാലും അക്രമം എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ ഇത് നേരിടാനുള്ള ഒരു ഓൾ എൻകംപസിങ് സ്കീം തന്നെ വേണം. ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും സൊസൈറ്റിയും റെസിഡൻസ് അസോസിയേഷനും NGOസും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട CMഉം DGP ഞങ്ങൾ ഒരു മീറ്റിംഗ് ഒരാഴ്ച മുമ്പ് കൂടുകയും ചെയ്തു. ഇതിൻ്റെ കുറേ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു വിപുലമായ ഒരു പ്രോഗ്രാം ചീഫ് സെക്രട്ടറി ലെവലിൽ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കുറേ ലെവലിൽ ഡിമാൻഡും സപ്ലൈ ലെവലിലും ഇത് നേരിടാൻ സാധിക്കും. പക്ഷേ പോലീസ് നമ്മൾ ഈ ലെവലിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സപ്ലൈ സൈഡ് കുറയ്ക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് ഇപ്പം മുമ്പിലോട്ട് പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ആവശ്യമുണ്ട്. ഈ അധ്യാപകർ കൂടുതൽ കാര്യക്ഷമമാകണം എന്ന തരത്തിൽ ഒരു പൊതുവികാരമായി ഉയർന്നു വരുന്നുണ്ട്. അതിനോട് പോലീസ് എങ്ങനെയാണ് യോജിക്കുന്നത്? ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ വേണം എന്നൊരു ആവശ്യം പോലീസിനുണ്ടോ? അല്ല, ഈ സ്കൂൾ ലെവലിൽ വളരെ കൂടുതൽ ഇൻ്റർവെൻഷൻ വരാനുണ്ട്. ഇപ്പോൾ അത് അവിടുത്തെ ഒരു ഡിസിപ്ലിനും അവിടുത്തെ ഒരു കാര്യത്തിൻ്റെ കുറേ കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഞങ്ങൾ തന്നെ സ്കൂൾസിലോട്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ കുറേ 3-4 പദ്ധതികൾ സ്കൂൾ ലെവൽ കോൺസെൻട്രേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയാലും ആ കാഡറ്റ്സിനെ ഉപയോഗിച്ച് നമ്മൾ ആൻറ്റി ഡ്രഗ് പ്രോഗ്രാമും കുറേ കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതല്ലാതെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതും ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ കുറച്ച് വളരെ കാര്യക്ഷമമായിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോയി വന്നിരിക്കുന്നത്. അതല്ലാതെ ഹോപ്പ് പദ്ധതിയുണ്ട്. ഈ ഫെയിൽ ആകുന്ന കുട്ടികളെ
ഒരു നല്ല വഴിയിലോട്ട് തിരിക്കാനും അവരെ ആ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അവരുടെ എഡ്യൂക്കേഷണൽ റിസൾട്ട്സ് നല്ലതാനുള്ള കുറേ പദ്ധതികളും പോലീസ് നടത്തുന്നുണ്ട്. അതല്ലാതെ കെയർ പദ്ധതികളുണ്ട്. കുറേ പദ്ധതികൾ നമ്മൾ സ്കൂൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ആ ലെവലിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ വലിയ ക്രിമിനൽസ് ആയിട്ട് മാറും. അപ്പോൾ ആ ലെവലിൽ വളരെ കൂടുതൽ ശ്രദ്ധ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അങ്ങനെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്കി ആ കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ഇപ്പോൾ പ്രധാനമായും മറ്റൊരു ചർച്ച നടക്കുന്നത് ഈ സിനിമകൾ, ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അത് വയലൻസിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് മദ്യപാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് നേരിട്ട് എത്തുകയാണ്. ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് വലിയ വിജയം നേടാൻ കഴിയുന്നുമുണ്ട്. ഇത് ഒരു പരിധിവരെ യുവാക്കളെയും കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി വരുന്നുണ്ട്. ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ള ചിലർ കൂടി ആ ഒരു ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ ശരി തന്നെയാണ്. ഇപ്പം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് കുട്ടികൾ ഡിജിറ്റൽ കുട്ടികളാണ്. കൂടുതൽ ഇവർ സമയം ഒരു ഡിജിറ്റൽ മീഡിയത്തിലാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയായാലും സോഷ്യൽ മീഡിയ നടക്കുന്ന ഫിലിംസ് ആയാലും റീൽസ് ആയാലും ഇവർ കുറേ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ അവരെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അത് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം തന്നെ നമ്മുടെ പോലീസിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഗുണ്ട ആക്ടിവിറ്റി, കുറേ ചെറിയ ഇപ്പം ജാനുവരി 1 തന്നെ തൃശ്ശൂർ നടന്നൊരു സംഭവം, ചെറിയ കുട്ടികൾ ഒരു ഗുണ്ട ആക്ടിവിറ്റി, ഒരു മർഡറിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ കുറേ കൂടുതൽ കോൺട്രിബ്യൂഷൻ നമ്മളെന്താ അത് കാണുന്നത് ഈ സിനിമകളുടെ ഉണ്ട്, റീൽസിൻ്റെ ഉണ്ട്, ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതും ഈ ഹീനിയസ് ആയിട്ട് ക്രൈംസും മേഡേഴ്സും മറ്റേതും ഗ്യാങ് ആക്ടിവിറ്റി ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് പ്രോത്സാഹിക്കുന്ന ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഗെയിംസ് ഉണ്ട്. ഇതല്ലാതെ വീഡിയോ ഗെയിംസ് തന്നെ കുറേ വീഡിയോ ഗെയിംസ് നമുക്കറിയാം. മിക്കവാറും ഗെയിംസ് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഗെയിംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ 4-5 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വയലൻസിനോടുള്ള ഒരു അറപ്പ് മാറുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൈകാര്യം ചെയ്യേണ്ട വളരെ കൂടുതൽ ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഈ സിനിമാ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്? അതെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെ ഒരു റെസ്പോൺസിബിൾ ഒരു ഫിലിം ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിൾ സിനിമ എന്ന് പറയുന്ന കാര്യം അവർക്കും ഒരു അത്യാവശ്യം ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഉണ്ടാക്കാനുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് കൺട്രോൾ കൊണ്ടുവരാനും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതല്ലാതെ ഗെയിംസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ MHAനെ ഒന്ന് സമീപിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വയലൻറ്റ് ഗെയിംസ് ആയിട്ട് അവരെ ഒന്ന് ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള കാര്യമായിട്ട് മുമ്പിലോട്ടും പോകുന്നുണ്ട്. തീർച്ചയായും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന വളരെ കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഈ മാർച്ച് മാസം മുഴുവൻ ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും. ഇതിനൊപ്പം തന്നെ മറ്റു നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീ മനോജ് എബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ADGP മനോജ് എബ്രഹാമുമായുള്ള അഭിമുഖത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി R രാജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഏറ്റവും വലിയൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നത് ഈ സിനിമകളിലെ വയലൻസ് സമൂഹത്തിലേക്ക് പടരുമോ എന്നുള്ളതാണ്. അതിനാണ് വളരെ കൃത്യമായ മറുപടി ADGP നൽകിയിരിക്കുന്നത്. മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള രാജീവിൻ്റെ ചോദ്യങ്ങൾക്കും ADGP വളരെ കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. വിവരങ്ങൾ അതിലും ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പ്രത്യേകിച്ചും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് ശേഷമാണ് സിനിമയിലെ വയലൻസ് ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ, അതിനുശേഷമാണോ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം ഈ സിനിമയിലെ വയലൻസ് ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി വരുന്നത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സംവിധായകരുമൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തുറന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരം സിനിമകൾ, അതായത് വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുതന്നെയാണ് ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല, മുഖ്യമന്ത്രി സിനിമാ സംഘടനകളുടെ യോഗം വിളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നറിയിച്ചിട്ടുണ്ട്. കാരണം അടുത്തിറങ്ങിയ ചില സിനിമകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പലപ്പോഴും ക്രൂരമായ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, മദ്യം അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ തരത്തിലുള്ള സിനിമകൾ കൂടുതലായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം
സിനിമകൾ ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിലയിരുത്തൽ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ചില സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. ഈ സിനിമകൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് കൂടുതൽ പ്രേരണ നൽകുന്നു എന്ന തരത്തിലാണ് പോലീസ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം വീഡിയോ ഗെയിമുകളാണ്. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ചെറിയ കുട്ടികൾ പോലും ഈ വീഡിയോ ഗെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ആക്രമിക്കുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമുകളാണ് കൂടുതലായും ചെറിയ കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത്. 3-4 വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരം വീഡിയോ ഗെയിമുകളുടെ അടിമകളാണ്. തുടർച്ചയായി ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകളെ കൊലപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. വീഡിയോ ഗെയിമുകളാണെങ്കിൽ കൂടിയും ആളുകളെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ തകർക്കുന്നു, ബോംബ് ആക്രമണം നടത്തുന്നു, തോക്കുകൾ ഉപയോഗിക്കുന്നു. ഈ രീതിയിൽ വീഡിയോ ഗെയിമുകൾ വഴിയാണെങ്കിലും ഇപ്പോഴത്തെ വീഡിയോ ഗെയിമുകളുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് അറിയാം. കൃത്യമായി അതായത് ഒരു യഥാർത്ഥ രീതിയിൽ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിലാണ് വീഡിയോ ഗെയിമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് വലിയ അപകടമാണ് എന്നാണ് പോലീസ് പറയുന്നത്. 3-4 വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരം വീഡിയോ ഗെയിമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. രക്ഷകർത്താക്കൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പല വീടുകളിലും രക്ഷകർത്താക്കളാണ് ഇത്തരം വീഡിയോ ഗെയിമുകൾ കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്ത് നൽകുന്നത്. ഇതവർ മണിക്കൂറുകളോളം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ വയലൻസിനോടുള്ള ഒരു പേടി ഇവർക്ക് പോവുകയാണ്. 4-5 തവണയൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ വയലൻസിനോടുള്ള ഒരു പേടി ഇവർക്ക് പോവുകയാണ്. മാത്രമല്ല ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം ഈ കോഴിക്കോട് കൊലപാതകമായാലും തലശ്ശേരിയിലെ കൊലപാതകമായാലും അവിടെയൊക്കെ കുട്ടികളുടെ വാട്സാപ്പ് സംഭാഷണങ്ങൾ പുറത്തു വന്നത് കേരളത്തെ ഒട്ടാകെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു. ഒരു ഗൂഢാലോചന കുട്ടികളാണ് നടത്തുന്നത്. തൃശ്ശൂരിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കൊട്ടേഷൻ സംഘങ്ങളെ പോലെ കുട്ടികൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രധാന ഘടകമായി ഈ വീഡിയോ ഗെയിമുകളും അതുപോലെ തന്നെ ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും മാറുന്നു എന്ന് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോ ഗെയിമുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാൻ വേണ്ടി പോലീസ് ഒരുങ്ങുന്നത്. നേരത്തെയും സമാനമായൊരു ആവശ്യം പോലീസ് മുന്നോട്ട് വെക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് ചില വീഡിയോ ഗെയിമുകളൊക്കെ നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ പേരുകളിൽ വീണ്ടും ഈ വീഡിയോ ഗെയിമുകൾ തിരിച്ചെത്തുന്നു. ഏതായാലും പോലീസ് രക്ഷകർത്താക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് നൽകരുത്. ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തടയണം, ഇല്ലെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന തരത്തിലാണ് രക്ഷകർത്താക്കൾക്കും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം പോലീസ് തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ ഗെയിമുകൾ ഉണ്ട്. അത് നോക്കുമ്പോൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളാണ്. ഈ വീഡിയോ ഗെയിമുകൾ ഒരു കുട്ടി മാത്രമല്ല ഗ്രൂപ്പായി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ഗെയിമുകളുടെ പ്രവർത്തനം. അവിടെയെല്ലാം വയലൻസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പായി ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. രക്ഷകർത്താക്കൾക്ക് പലപ്പോഴും ബോധവൽക്കരണം ഉൾപ്പെടെ നൽകാറുണ്ടെങ്കിലും കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് നൽകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അടുത്തിറങ്ങുന്ന ചില സിനിമകളുടെ കാര്യത്തിലും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യത്തെയും മയക്കുമരുന്നിനെയൊക്കെ എന്തോ നല്ല കാര്യമാണെന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ പുറത്തിറങ്ങുന്നു. ഇതിനൊപ്പം തന്നെ രാജീവ്, ഇടുക്കി ഗോൾഡിൽ നിന്നും തുടങ്ങിയതാണ് ഇത് ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് ലഹരിയും ഈ അതിക്രമവും കുത്തിവെക്കുന്നതിൽ ഈ ഇടുക്കി ഗോൾഡ് സിനിമ മുതൽ അവിടെ നിന്നിങ്ങോട്ട് പരിശോധിച്ചാൽ ഇതുവരെ എത്തി നിൽക്കുന്ന സിനിമകൾ വയലൻസിന്റെ അങ്ങേയറ്റത്തെ പ്രതിരൂപമായ സിനിമകൾ വരെ വലിയ ആഘോഷത്തോടെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇതിന് കൃത്യമായൊരു നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? തീർച്ചയായും നീലിമ, അതിനൊരു നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സിനിമാ താരങ്ങളും സംഘടനകളും പ്രവർത്തിക്കണം. അതായത് ഒരു പുതുതലമുറയ്ക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന സിനിമകളായിരിക്കണം ഉണ്ടാകേണ്ടത്. മാത്രമല്ല ഈ രീതിയിൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് എന്താകും എന്നുകൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇറങ്ങുന്ന ചില സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഈ വയലൻസ് ഉണ്ട്, ആ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സിനിമകൾ നീലിമ സൂചിപ്പിച്ചതുപോലെ വലിയ വിജയമായി മാറുകയും ചെയ്യുന്നു. പോലീസും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സിനിമകൾ കാണാൻ വേണ്ടി ചെറുപ്പക്കാർ എത്തുന്നു. ആ നേരത്തെ ഉണ്ടായിരുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസ് രംഗങ്ങൾ തിരസ്കരിക്കുന്ന ഒരു സമീപനമായിരുന്നു ചെറുപ്പക്കാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം രംഗങ്ങൾ കാണാനായി ചെറുപ്പക്കാർ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സിനിമാ താരങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കണമെന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ആ യോഗം വിളിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കാണുകയാണെങ്കിൽ സമാനതയില്ലാത്ത
സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെ സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളിലൂടെ കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഒരു കൊലപാതകത്തെക്കുറിച്ചോ ഒരു ക്രൂരകൃത്യത്തെക്കുറിച്ചോ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് മലയാളിക്കില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയൊരു ഇടപെടൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉടൻ തന്നെ ഈ യോഗം വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും. നീലിമ, വളരെ വൈകിയാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. സിനിമയിലെ വയലൻസ് സമൂഹത്തിലേക്കും പടരുന്നു. അത് കൃത്യമായി ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ എത്രയോ 10 മടങ്ങാണ് ഈ സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനിയെങ്കിലും ഇതൊക്കെ തടയാൻ, നിയന്ത്രിക്കാൻ ചില സംവിധാനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.